യുക്രൈനിൽ വീണ്ടും റഷ്യൻ ആക്രമണം. തലസ്ഥാനമായ കീവിലുണ്ടായ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. സമാധാന ശ്രമങ്ങൾ നടക്കുന്ന വേളയിൽ ഇത്തരം നീക്കങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, വിശദാംശങ്ങൾ. I wasn't happy with it, and we're in the midst of talking peace, and missiles were fired, and I was not happy with it. That's what I meant, and that's, I assume that's what you mean. Does not respond. Answer the question in a week. I want to see if we can have a deal. No reason to answer it now, but I won't be happy. Let me put it that way. Things will happen. You don't know what pressure I'm putting on Russia. They're dealing. You have no idea what pressure I'm putting on Russia. We're putting a lot of pressure, and Russia knows that, and some people that are close to it know, or he wouldn't be talking right now. The Prime Minister understands that better than anybody. He wouldn't be talking right now. He's talking, and we're putting a lot of pressure. I think he wants to make a deal. We're going to find out very soon, but it takes two to tango, and you have to have Ukraine want to make a deal too, and they're being hit very hard, and I do believe they want to make a deal. വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസ് ഉണ്ട്. ഐസൺ, യുക്രൈനിൽ വീണ്ടും റഷ്യൻ ആക്രമണം നടന്നിരിക്കുകയാണ്. സമാധാന ചർച്ചകൾ നടക്കുന്ന വേളയിൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ ഐസൺ. അഞ്ജന, തീർച്ചയായും 12ഓളം പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണമാണ് കഴിഞ്ഞ രാത്രിയിൽ നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇതിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. 12 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എങ്കിൽ കൂടി കൂടുതൽ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു പശ്ചാത്തലം നിലനിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ആക്രമണം നടന്നത്. ആക്രമണത്തെ അതിശക്തമായാണ് ട്രംപ് എതിർത്തത്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കുക തന്നെ വേണമെന്ന ഉറച്ച നിലപാട് ട്രംപ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇക്കഴിഞ്ഞ ദിവസം റഷ്യൻ അനുകൂല നിലപാട് ട്രംപ് സ്വീകരിക്കുകയും ക്രിമിയയുടെ നിയന്ത്രണം സംബന്ധിച്ച വിഷയത്തിൽ കടുത്ത നിലപാട് അറിയിക്കുകയും ചെയ്തു. അതിനുശേഷവും റഷ്യയുടെ ഭാഗത്തു നിന്ന് യുക്രൈനിൽ ആക്രമണം നടക്കുന്നതിനെ അംഗീകരിക്കാനാവില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അടിയന്തരമായി ആക്രമണങ്ങളെല്ലാം തന്നെ നിർത്തിവെക്കണം, സമാധാന ചർച്ചകളിലേക്ക് നീങ്ങണം എന്നൊരു നിലപാടും ട്രംപ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അറിയിച്ചിരുന്നു. മറ്റൊരു സുപ്രധാന ഘടകം എടുത്തു പറയേണ്ടത്, ഈ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത്, റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച ചില വിഷയങ്ങളുടെ ചോദ്യങ്ങളിൽ മറുപടി അത് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്ന രീതിയിലൊരു മറുപടിയായിരുന്നു. പക്ഷേ അതിശക്തമായ സമ്മർദ്ദം റഷ്യക്കും യുക്രൈനും മേൽ ഈ യുദ്ധം നിർത്തുന്നതിന് തുടരുന്നുണ്ട് എന്നൊരു അറിയിപ്പും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ കഴിഞ്ഞ ആഴ്ചയാണ്, ഈ ആഴ്ചയോടെ, അതായത് ഈ ശനിയാഴ്ചയ്ക്കുള്ളിൽ ഒരു സമാധാന ധാരണയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അറിയിച്ചിരുന്നു. എന്നാൽ ഇന്നലെ ക്രിമിയയിലെ വിഷയത്തിൽ ക്രിമിയ വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ച, അല്ലെങ്കിൽ ക്രിമിയയിലെ അധികാര നിയന്ത്രണം റഷ്യ തുടരുന്നത് സംബന്ധിച്ച വിഷയത്തിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രതികരണം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ആ പ്രതികരണത്തിൽ യുക്രൈന്റെ നിലപാടിനെ ശക്തമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ യുക്രൈന്റെ നിലപാടാണ് ഒരു പരിധിവരെ സമാധാന ധാരണ നീളുന്നത് എന്നും ട്രംപ് പറഞ്ഞിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ റഷ്യക്കെതിരെയും കൃത്യമായൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നേരത്തെ തന്നെ, അതായത് 2 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ യുദ്ധം തുടരാനുള്ള ഒരു നീക്കമാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെങ്കിൽ ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന ഒരു സൂചനയും ട്രംപ് നൽകുന്നുണ്ട്. ശരി അഞ്ജന.